ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന ആൻസി. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയുടെ തുടക്കമാണേ, കേൾക്കാം. നിറവയറുമായി മേരി ജോർജിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നും പൊട്ടിക്കരഞ്ഞു. മേരി! പുറകിൽ നിന്നും അച്ഛൻ്റെ വിളി കേട്ട് കണ്ണുകൾ തുടച്ച് മേരി തിരിഞ്ഞു നോക്കി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ മേരിയെ കണ്ട് സംസാരിക്കാനാണ് വന്നത്. എന്താണച്ചോ? ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് 1 വർഷമാകാൻ പോകുന്നു. നിൻ്റെ കഷ്ടപ്പാടും ദുഃഖങ്ങളും എനിക്ക് മനസ്സിലാവും. അതൊന്നും ഒരിക്കലും തീരത്തില്ല അച്ചോ. ആരും വിചാരിച്ച പോലെ ഒന്നുമല്ല ആരുടെയും ജീവിതം. ഇപ്പോൾ എന്നെ തന്നെ കാണുക. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല ഈ പള്ളിവികാരിയുടെ വേഷം. അച്ഛൻ പറഞ്ഞു വരുന്നത്, ഈ 21 വയസ്സിൽ അച്ഛൻ പഠനം കഴിഞ്ഞു. എൻ്റെ 2ാമത്തെ ഇടവകയായത്. ആഗ്രഹിക്കാത്ത ലഭിച്ച ഈ തിരുവസ്ത്രത്തിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ നല്ല മനസ്സ്. കൂട്ടും തുണയില്ലാത്ത നിൻ്റെ അവസ്ഥ എനിക്കറിയാം. നിൻ്റെ പ്രസവവും മറ്റും ഈ പള്ളി നോക്കും. വേണ്ട അച്ചോ, ഞാനൊരു പാപിയാ, എല്ലാവരുടെയും മുന്നിൽ പിഴച്ചവൾ. പാപം ചെയ്യാത്തവരാരുണ്ട് മേരി? ഒന്ന് കുമ്പസരിച്ചാൽ പുറത്തു തരാവുന്ന പാപം മാത്രമേ എല്ലാവരും ചെയ്യുന്നുള്ളൂ. അച്ചോ, മേരി ആദ്യം ഒന്ന് കുമ്പസരിക്ക്, അപ്പോൾ തന്നെ ഈ വിഷമങ്ങളെല്ലാം മാറും. വേണ്ട അച്ചോ. മേരിയുടെ ഇഷ്ടം. ഞാൻ ആ പള്ളിമേടയിൽ കാണും. നിൻ്റെ മകൻ എവിടെ? അവൻ അപ്പുറമുണ്ട്. അവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ലച്ചോ, 22 വയസ്സായി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടവും. മേരിയുടെ മകൻ വിനുക്കുട്ടൻ 22 വയസ്സായെങ്കിലും 12 വയസ്സ് മാത്രം മാനസിക വളർച്ചയുള്ളൊരു കുട്ടിയായിരുന്നു. അതെ, പ്രായത്തേക്കാൾ 10 വർഷം കുറഞ്ഞ് മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ബുദ്ധിയില്ലായ്മ. എല്ലാം ശരിയാവും മേരി. അത് പറഞ്ഞ് അച്ഛൻ മേടയിലേക്ക് നടന്നു. മേരി തൻ്റെ മകനെയും ജോർജിനെയും ആലോചിച്ച് അവിടെ നിന്നു. അച്ഛൻ പറഞ്ഞതുപോലെ കുമ്പസരിക്കണോ എന്നവൾ ചിന്തിച്ചു. അടുത്ത മാസമാണ് എൻ്റെ പ്രസവം. അതിനു മുമ്പ് കർത്താവിനോട് എൻ്റെ പാപങ്ങൾ ഏറ്റു പറയണം. അവൾ മേടയിലേക്ക് നടന്നു. എന്താ മേരി, കുമ്പസരിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചോ. മകൻ എവിടെ? അവൻ അപ്പുറത്തുണ്ട്. കപ്പ്യാരോട് ഞാൻ വിളിച്ചു പറയാം അവനെ ശ്രദ്ധിക്കാൻ. നീ അവിടേക്ക് ചെന്നിരുന്നു. അച്ഛൻ കപ്പ്യാരെ ഫോൺ വിളിച്ചു പറഞ്ഞു. കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്നു. എതിർവശം വന്നിരുന്ന മേരി സ്തുതി പറഞ്ഞു തുടങ്ങി. അച്ചോ, ഈ നാട്ടുകാർ പറയുന്ന പോലെ മേരി പിഴച്ചിട്ടില്ല, ഒരിക്കലും പിഴയ്ക്കേയില്ല. ഞാൻ കോട്ടയത്തെ വലിയ വീട്ടിലെ 2ാമത്തെ മകളായിരുന്നു. എനിക്ക് താഴെ 2 ആണും 2 പെണ്ണും. മൂത്തത് ചേച്ചി, ഇളയ എൻ്റെ അനിയത്തിക്ക് ആ സമയം 5 വയസ്സ്, എനിക്ക് 20. നമ്മുടെ കൂപ്പിലെ സ്ഥിരം ലോറിക്കാരനായിരുന്നു ജോർജ്. അനാഥനായ ജോർജ് നല്ലൊരു അധ്വാനിയായിരുന്നു. വയനാട്ടിൽ നിന്ന് സ്വന്തം ലോറിയുമായി പണിക്ക് വന്നിരുന്ന ജോർജുമായിട്ട് ഞാൻ ഇഷ്ടത്തിലായി. അധികം വൈകാതെ അത് അപ്പച്ചൻ അറിഞ്ഞ് ആകെ പൊല്ലാപ്പായി. എന്നെ വേറെ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും എന്നെക്കാൾ 10 വയസ്സിന് മൂപ്പുള്ള ജോർജുമായിട്ട് ഞാൻ അകലാൻ പറ്റാതെ അടുത്തിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ആരും അറിയാതെ ഞാനും ജോർജും ഇവിടേക്ക് വണ്ടി കയറി. ആ ഷോക്കിൽ എൻ്റെ അമ്മച്ചി പോയി. വാശിക്കാരനായ അപ്പച്ചൻ എന്നെ പടി അടച്ച് പിണ്ടം വെച്ചു. സ്നേഹത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലെന്നല്ലേ? ആ ലോറിയിൽ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അധ്വാനിയായ ജോർജ് ഒരിക്കലും എന്നെ പട്ടിണിക്കിടില്ലെന്ന്, മാളികയിൽ കഴിഞ്ഞ് എന്നെ ഒരു കുറവും വരുത്താതെ നോക്കുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ചെറിയൊരു പേടി. ആ പേടിക്ക് ഇവിടെ എത്തുന്നത് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നെ കൂട്ടി വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ജോർജിനെ നോക്കി. തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി സ്വന്തമായി ലോറി മാത്രമല്ല, കയറിക്കിടക്കാൻ മോശമല്ലാത്തൊരു വീടും ജോർജ് ഉണ്ടാക്കിയിരുന്നു. 3 റൂം, അതിലൊരു വലിയ റൂമും അതിൽ തന്നെ ബാത്റൂമും. ബാക്കി 2 ചെറിയ മുറികൾ. അതിലൊരു മുറി നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന റൂം. ഒരു ഹാള്, അതിൽ തന്നെ ഡൈനിങ് ടേബിൾ, പിന്നൊരു കിച്ചൺ, അതിന് പുറത്ത് കക്കൂസും കുളിമുറിയും. വലതുകാല് വെച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ തീരുമാനം തെറ്റിയില്ലെന്ന് എനിക്ക് തോന്നി. അടുത്തായി വീടുകളൊന്നും ഇല്ലായിരുന്നു.
അവിടെ വന്ന ആൾക്കാർക്ക് എല്ലാം ജോർജിനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ 20ാമത്തെ വയസ്സിൽ ആ 30കാരനുമായിട്ടുള്ള ജീവിതം ഞാൻ ആരംഭിച്ചു. വളരെ സന്തോഷത്തോടെ പോയ നമ്മുടെ ജീവിതത്തിൽ 1 വർഷം ആവുന്നതിന് മുന്നേ നമ്മുടെ മോൻ പിറന്നു. നമ്മുടെ ജീവിതം കണ്ട് എല്ലാവരും അസൂയപ്പെട്ടു. എന്തിന്, ദൈവം വരെ അസൂയപ്പെട്ട് കാണും. അത്രയും നല്ല സ്നേഹത്തോടു കൂടെ ഞങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ മോൻ്റെ ചില അസ്വസ്ഥതകൾ കണ്ട് 3ാം വയസ്സിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ ബുദ്ധി വളർച്ചക്കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സങ്കടം കൊണ്ടുവന്നത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ മറന്ന് വീണ്ടും സന്തോഷത്തിലേക്ക് കടന്നു. തങ്ങളുടെ കൂപ്പിലെ പണിക്കാരനായിരുന്നുകൊണ്ട് ആദ്യം മുതലേ വിളിച്ച് ശീലിച്ചതുകൊണ്ടും മേരി ജോർജിനെ പേര് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് രാവിലെ, ജോർജ്, ഇതെങ്ങോട്ടാ? എടി, ഒരു ചെറിയ പണിയുണ്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് ഞാനിങ്ങെത്താം. നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന് മുഴുവൻ കൂടെ കാണുമെന്ന്? എന്ത് ചെയ്യാനാ, നിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് മുഴുവൻ നിൻ്റെ കൂടെ ചെലവഴിക്കാൻ വിചാരിച്ചതാ. ഞാൻ പിണക്കവാ. പിണങ്ങല്ലേ മോളെ, ഞാൻ പെട്ടെന്ന് വരാം. എന്നിട്ട് എൻ്റെ മേരിക്കൊച്ചിൻ്റെ 25ാം പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അവളെ നെഞ്ചോട് ചേർത്ത് ആ നെറ്റിയിൽ ഒരു ഉമ്മം കൊടുത്ത് ജോർജ് നടന്നു. വീടിൻ്റെ മുന്നിൽ 300 മീറ്റർ നീളത്തിലുള്ള പടവരമ്പിലൂടെ അയാൾ നടന്ന് ലോറിയിലേക്ക് കയറുന്നത് അവൾ നോക്കി നിന്നു. വൈകുന്നേരം ഒരു വലിയ സഞ്ചിയും കേക്കുമായി അയാൾ കടന്നു വന്നു. അവൾക്ക് നേരെ ഒരു പട്ടുസാരിയുടെ കവർ നീട്ടി. സന്തോഷം കൊണ്ട് മേരി അയാളെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ ഒരു മുത്തം കൊടുത്തു. അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ആളെ മേരി ശ്രദ്ധിച്ചത്. ജോർജ്, ഇതാരാ? ഓ, ഞാനത് മറന്നു. ഇത് മനുക്കുട്ടൻ. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ചേച്ചിയെപ്പറ്റി? മേരി ജോർജ് മുമ്പ് പറഞ്ഞ കാര്യം ഓർത്തു. ജോർജിന് ആകെ ഉണ്ടായിരുന്നത് ഭർത്താവ് മരിച്ചുപോയൊരു ചേച്ചിയും മകനുമായിരുന്നു. 5 വയസ്സായ തൻ്റെ മകനുമായി വേളാങ്കണ്ണിക്ക് പോയ അവർ തിരിച്ചു വന്നില്ല. ചേച്ചിയുടെ മോനായത്. അന്ന് അവിടെ വെച്ചൊരു അപകടത്തിൽ ചേച്ചി പോയി. ഇവനെ അവരവിടെ അനാഥാലയത്തിൽ വളർത്തി. 12 വർഷം ഇവൻ അവിടെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇവനെ ഇവിടെ കണ്ടിട്ടുണ്ട്. അവനിവിടെ എത്തിയിട്ട് 2-3 മാസമായി. പള്ളിയിൽ വെച്ച് ഞങ്ങളെ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാര്യം അവൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണത്രേ. മനു, അകത്തേക്ക് വാ. ഇത് നിൻ്റെ മാമിയാ മേരി. അവൻ ഞങ്ങളുടെ മോനാണ്. ജോർജ് അവരെ പരിചയപ്പെടുത്തി. പുറമേ നിന്നും ആരുമായി കൂട്ടുകൂടാത്ത അവരുടെ മകൻ മിനിക്കുട്ടൻ കുറച്ച് സമയങ്ങൾക്കകം തന്നെ അവനുമായി അടുത്തത് മേരിയും ജോർജും അത്ഭുതത്തോടു കൂടെ നോക്കിക്കണ്ടു. മനു, നീ ആ റൂം എടുത്തോ. വാതിലില്ല, ഒരു കർട്ടനുണ്ട്. പിന്നെ ബാത്റൂമിന് പുറത്തേക്ക് പോകണം. അത് കുഴപ്പമില്ല മാമ. അനാഥാലയത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം കണ്ട കടത്തിൻ്റെയും മറ്റും ആയിരുന്നു എൻ്റെ കിടപ്പറ. അതും പറഞ്ഞ് അവൻ കണ്ണുകൾ തുടച്ചു. അയ്യേ, 18 വയസ്സായ ചെക്കനാണോ? ഇനി ഞങ്ങളില്ലേ? ഇത് നിൻ്റെ സ്വന്തം വീടായി കണ്ടോ. മേരി പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ജോർജ് കൊണ്ടുവന്ന കേക്ക് മുറിച്ച് മേരിയുടെ 25ാം പിറന്നാൾ ആഘോഷിച്ചു. അവർ 3 പേരും ഭക്ഷണം കഴിച്ചു. മേരി മനുവിനോട് കൂടുതലൊന്നും സംസാരിച്ചില്ല. ഭക്ഷണം കഴിച്ച് മോൻ്റെ കൂടെ കിടക്കുകയായിരുന്ന ജോർജിൻ്റെ അടുത്തേക്ക് അടുക്കളപ്പണിയും കഴിഞ്ഞ് മുടി വാരിക്കെട്ടിക്കൊണ്ട് മേരി കടന്നു വന്നു. വാതിലടച്ച് കുറ്റിയിട്ട് ജോർജിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതെന്താ മോനെ ചുമരിൽ സൈഡിൽ കിടത്തിയിരിക്കുന്നേ? അയ്യോ, പണിമുടക്കായോ? അവിടെ പണിമുടക്കായില്ല, പക്ഷെ ഞാൻ പണി തരുന്നില്ല. അതെന്താ? നിങ്ങൾ എന്തിനാ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? പിന്നെ അവനെ ഇവിടെ അല്ലേ കൊണ്ടുവരേണ്ടത്? അവൻ്റെ കൂടെ വീടല്ലേ. എന്നാലും വേറെ എവിടെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു. നീ എന്താ പറയുന്നേ? നാട്ടുകാരറിഞ്ഞാൽ എന്തു പറയും? നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരാൾ വരുന്ന എനിക്കിഷ്ടമല്ല. എൻ്റെ മേരി, അവൻ ആ റൂമിൽ ഒരു മൂലയിൽ കിടന്നോളും. പിന്നെ കഴിക്കാൻ വല്ലതും കൊടുത്താൽ മതി. എനിക്കൊരു കൂട്ടുവാവും. വെറുതെ പൈസ കൊടുത്ത് ഒരാളെ കൂട്ടണ്ടല്ലോ. പതിയെ ഡ്രൈവിംഗ് കൂടെ പഠിപ്പിച്ച എൻ്റെ പണി പകുതി കുറയും. എന്തെങ്കിലും ചെയ്യും.
മേരി ദേഷ്യത്തോടെ കട്ടിലിൽ കയറി മകൻ്റെ ഭാഗത്ത് ചെരിഞ്ഞു കിടന്നു. ജോർജ് ആ തള്ളി നിൽക്കുന്ന പിൻഭാഗത്ത് തൻ്റെ അരഭാഗം മുട്ടിച്ച് അവളുടെ മേൽ കൈയെടുത്ത് വെച്ചു. മേരി കൈതട്ടി മാറ്റി. എന്താടി? എന്നെ തൊടണ്ട. അതെന്താ? ഒന്നുമില്ല. നിന്റെ പിറന്ന ദിവസമായിട്ട് എന്നെ പട്ടിണിക്കിടുവോ? ഇടും. അതും പറഞ്ഞുകൊണ്ട് മേരി തിരിഞ്ഞു ജോർജിനെ നോക്കിക്കിടന്നു. അവൻ തൻ്റെ മുഖം മേരിയുടെ ചുവന്ന ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ആവശ്യത്തിന് തടിയും അതിനൊത്ത പൊക്കവുമുള്ള ചരക്കാണ് മേരി. നിറഞ്ഞു കിടക്കുന്ന മുടിയും വെളുത്തു തുടുത്ത ഒരു സുന്ദരി. കാലിൽ വെള്ളി പാദസരം, വിരലിൽ വെള്ളി മിഞ്ചി, മൂക്കിൽ മൂക്കൂത്തി, റോസ് നിറത്തിലുള്ള ചുണ്ടുകൾ. ഇതായിരുന്നു മേരി. ജോർജും മേരിയും ചുണ്ടുകൾ കോർത്തു. പിന്നീട് കട്ടിലിൽ കെട്ടിമറിയാൻ തുടങ്ങി. ജോർജിൻ്റെ കൈ മേരിയുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. മേരി, ഇന്നെങ്കിലും അത് ചെയ്യുന്നോ? എന്ത്? അത് തന്നെ. ജോർജിന് അറിയില്ലേ? ഞാൻ പലവട്ടം ശ്രമിച്ചതല്ലേ, എനിക്ക് പറ്റുന്നില്ല ജോർജ്. സാരമില്ല. ജോർജ് മേരിയുടെ മുകളിലേക്ക് പടർന്നു കയറി ചുണ്ടുകൾ സ്വന്തമാക്കി പരിപാടി തുടർന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ മേരി വെട്ടി വിറയ്ക്കുന്നത് ജോർജ് അറിഞ്ഞു. ക്ലൈമാക്സ് എത്താറായപ്പോൾ മേരി സിഗ്നൽ നൽകി. മേരിയെ ഗർഭിണിയാക്കുന്നത് ജോർജിന് ഇഷ്ടമല്ല. അങ്ങനെ ആവാണ്ടിരിക്കാൻ മുൻകരുതലെടുക്കാറുണ്ട്. എൻ്റെ മനുഷ്യ, 3-4 വയസ്സ് കഴിഞ്ഞു. ഇനിയെങ്കിലും രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ളത് ചെയ്തുകൂടെ? നീ ഗർഭിണിയായ 10 മാസം ഞാൻ പട്ടിണിയാവില്ലേ? നിൻ്റെ പീരീഡ് സമയം തന്നെ ഞാൻ സഹിച്ച് പിടിച്ചായിരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ കാര്യം. പിന്നെ ഇപ്പോൾ നീ ഒന്നുകൂടെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ വയറ് നന്നായി ചാടും. 5 വർഷം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. ഇതാണ് മേരിയും ജോർജും. അവർക്കിടയിൽ അവരുടേതായ ലോകം. ഇനിയും പൂർണ്ണത എത്താത്ത മേരിയുടെ കിടപ്പറ ജീവിതം. ഇതിൽ അപ്പുറം ഒരു കളിയുള്ളത് അവൾക്കറിയില്ല. അത് തൻ്റെ ഭർത്താവിനറിയാത്ത കൊണ്ടാണ്. ജോർജ് ചെയ്യുന്നതാണ് അവൾക്ക് കളി. ആയകാലം മുതൽ അധ്വാനിച്ച് നടന്ന ജോർജിന് ഇതൊന്നും അറിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ജോർജിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന മേരി ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നും രാവിലെ 5-ന് മേരി എഴുന്നേൽക്കും ജോർജിന് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് തയ്യാറാക്കാൻ. 5 വർഷം കടന്നുപോയി. മനുമാമൻ്റെ കൂടെ ജോലിക്ക് പോയി. ഇപ്പോൾ വണ്ടി ഓടിക്കാനും അറിയാം. പക്ഷേ മേരി ഇന്നും അവനെ ഒരു അന്യനെ പോലെ തന്നെ കണ്ടു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവനോട് ദേഷ്യപ്പെട്ടു. വല്ലപ്പോഴും കുടിച്ചിട്ട് വരുന്ന ജോർജിൻ്റെ കൂടെ അവൻ കൂടി തുടങ്ങി. പക്ഷേ ഈ 5 വർഷം പോലും അവൻ മേരിയെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിരുന്നില്ല. മോശമായൊരു നോട്ടം കൊണ്ട് ഒന്നും അവൻ വന്നപ്പോൾ മുതൽ പിടിച്ചിരുന്ന പോലെ അവൻ്റെ ഭാഗത്തു നിന്നും മോശമായ ഒന്നും വന്നില്ല. അതിലവൾക്ക് അവനോട് മനസ്സിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ പുറമേ സ്നേഹം കാണിച്ചാൽ അതവൻ വേറെ രീതിയിൽ കാണുമെന്ന് കരുതി അവൾ അവനോട് ദേഷ്യത്തോടെ തന്നെ പെരുമാറി. ഈ 5 വർഷം കൊണ്ട് തനിക്കൊത്തൊരു അധ്വാനിയായിരുന്നു മനു. ജോർജിന് അവനെ വലിയ കാര്യമായിരുന്നു. അവർക്കിടയിൽ ആകെയുള്ള വിഷമം അവരുടെ മകൻ്റെ ബുദ്ധിക്കുറവായിരുന്നു. അന്നും മനുവും ജോർജും കൂപ്പിലേക്ക് പോകാൻ ഇറങ്ങി. മേരി അവർക്കുള്ള പൊതിച്ചോറുമായിട്ട് വന്നു. കഴിഞ്ഞ 5 വർഷമായി അവരുടെ ഈ സ്നേഹപ്രകടനം കാണുന്ന വിനുവിന് അതൊരു പ്രശ്നമായിരുന്നില്ല. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് കാതിൽ പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ മോന് ഒരു കൂടപ്പിറപ്പിനുള്ള ശ്രമം നമുക്ക് ഇന്നു മുതൽ തുടങ്ങാം. മേരിയുടെ മുഖം വിടർന്നു. അവൾ ജോർജിൻ്റെ കവിളിൽ ഒരു ഉമ്മം കൊടുത്തു. അവർ രണ്ടുപേരും നടന്നു പോകുന്നത് നോക്കി മേരി നിന്നു. എന്താ മാമ ഇന്നൊരു പ്രത്യേക സ്നേഹം? ഒന്നുമില്ലടാ. പറ മാമ. അത് 6-7 കൊല്ലമായി നമ്മുടെ വിനുക്കുട്ടനൊരു കൂട്ടിന് അവൾ ചോദിക്കുന്നു. അത് പറഞ്ഞതാ. അവർ സംസാരിച്ച് കൂപ്പിലേക്ക് വണ്ടി എടുത്തു നടന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മനു തടിച്ച് കട്ടി മീശയൊക്കെ വന്ന് കണ്ടാൽ ഒരു 32 വയസ്സ് പ്രായം തോന്നിക്കുന്ന രൂപത്തിലായിരുന്നു. 40 വയസ്സായ ജോർജ് ആണെങ്കിൽ മുടിയൊക്കെ നരച്ചു. കണ്ടാൽ മേരിയുടെ അച്ഛൻ്റെ പ്രായം തോന്നിച്ചിരുന്നു. ജോർജിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമായി ഈ 30 വയസ്സിലും ഉടയാത്ത ശരീരം കണ്ട 25 വയസ്സ് തോന്നിക്കും പോലെയായിരുന്നു മേരി. തൻ്റെ ശരീരം കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് മേരി ആലോചിച്ചു, ഇത്രയും വടിവൊത്ത ശരീരം എനിക്ക് ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നെങ്കിൽ അതെൻ്റെ ജോർജിൻ്റെ മാത്രം കഴിവാണ്.
ഒരു പ്രസവം കഴിഞ്ഞിട്ടും ആ മാറിട് ഭംഗിയും ചാടാത്ത വയറും നോക്കി അവൾ സ്വയം സന്തോഷിച്ചു. അവൾ തൻ്റെ ശരീരം ഒന്നുകൂടെ നോക്കി. പാവാടയും ബ്ലൗസും ഇട്ട് ഒരു നവവധുവിനെ പോലെ ഒരു പട്ടുസാരി ധരിച്ചു. വൈകുന്നേരം 6 മണിയായിരുന്നു. അതെ, ജോർജ് വരാൻ പോകുന്നു. അവൾ തൻ്റെ മുടി കെട്ടി സിന്ദൂരം കൊണ്ട് ആ നെറ്റിയിലൊരു പൊട്ട് വെച്ചു. അപ്പോഴാണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ഓടിച്ചെന്ന് വാതിലിൻ്റെ അവിടെ ചെന്ന് നിന്നു. നോക്കുമ്പോൾ വരമ്പിലൂടെ ഒരാൾ നടന്നു വരുന്നു. ആ ചെറിയ വെളിച്ചത്തിൽ അതാരാണെന്ന് മനസ്സിലാക്കാൻ അയാൾ മുറ്റത്തെത്തേണ്ടി വന്നു. കയറി വന്ന മനുവിനെ കണ്ട് അവൾ ദേഷ്യം വരുത്തി ചോദിച്ചു, എവിടെടാ നിൻ്റെ മാമൻ? ഓ, ചാരായം കയറ്റാൻ പോയി അല്ലേ? മാമി, അത് എന്താടാ പരുങ്ങുന്നത്? മാമന് ചെറിയൊരു ആക്സിഡൻറ്റ്, ഹോസ്പിറ്റലിലാണ്. മാമി വിനുവിനെയും കൂട്ടി വാ. നീ എന്താ പറഞ്ഞേ? അതെ മാമി പെട്ടെന്ന് റെഡിയാവ്, ഓട്ടോ വെയിറ്റ് ചെയ്യുക. നിറ കണ്ണുകളോടെ മേരി അകത്തേക്ക് ഓടി. തൻ്റെ മകനെ ഒരുക്കി അവൾ മനുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. ആ വലിയ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഓട്ടോ നിർത്തി അവൾ ഇറങ്ങി ഓടി. വിനുക്കുട്ടനെയും കൊണ്ട് മനു പിറകെ പോയി. മാമി, എവിടെ എൻ്റെ ജോർജ്? മാമൻ ഐസിയുല. എന്താടാ പറ്റിയത്? മനുവിൻ്റെ നെഞ്ചിൽ നെറ്റി അമർത്തി കരഞ്ഞുകൊണ്ട് മേരി ചോദിച്ചു. മാമി, അത് ലോറിയിൽ നിന്നും തടി കെട്ടി പൊട്ടി ദേഹത്തേക്ക് വീണതാ. അത് കേട്ട് മേരി പൊട്ടിക്കരഞ്ഞു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ജീവനില്ലാത്ത പോലെ കരഞ്ഞ് തളർന്ന് മേരി ഐസിയുവിന് പുറത്തിരുന്നു. വിനുവിനെ നിയന്ത്രിച്ചുകൊണ്ട് മനു ഹോസ്പിറ്റലിൽ അവൻ്റെ പിറകെ നടന്നു. ഐസിയുവിൽ ജോർജ് ഒരാഴ്ച കിടന്നു. ഡോക്ടർ വിളിപ്പിച്ചു. മേരിയും ജോർജും ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. പറ ഡോക്ടർ, എന്താ പറ്റിയത്? നിറഞ്ഞ കണ്ണുകളുമായി മേരി ചോദിച്ചു. മകളാണോ? അല്ല, ഭാര്യയാണ്. ഓ സോറി. മിസ് ജോർജ്, പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് അരയ്ക്ക് താഴെ ഇനി ചലനശേഷി ഉണ്ടാകില്ല. ഡോക്ടർ? അതെ, അരയ്ക്കും മുട്ടിന് താഴെയായിട്ടാണ് പ്രശ്നം. അതുകൊണ്ട് സ്വയം എഴുന്നേറ്റ് നടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഡോക്ടർ, ഇനി ഒരിക്കലും ശരിയാവില്ലേ? മനു ആയിരുന്നു അത് ചോദിച്ചത്. അങ്ങനെ പറയാൻ പറ്റില്ല, ചാൻസ് കുറവാണ്. എന്നാലും പ്രതീക്ഷ കുറയ്ക്കണ്ട. മരുന്നൊക്കെ കൊടുത്തു നോക്ക്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. കരഞ്ഞുകൊണ്ട് മേരി വെളിയിലേക്ക് പോയി. ജോർജിൻ്റെ അരികിലിരുന്നു. 1 മാസത്തോളമുള്ള ആശുപത്രി വാസം കഴിഞ്ഞ് ഇന്ന് ജോർജ് ഡിസ്ചാർജായി. ഓട്ടോ ഇറങ്ങി ജോർജിനെ കോരിയെടുത്ത് മനു നടന്നു. പിറകിലായി മേരിയും വിനുവും. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മനു ജോർജിനെയും കൊണ്ട് അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു. എന്നെ ആ റൂമിൽ കിടത്തിയാൽ മതി. കാറ്റും വെളിച്ചവും കിട്ടുന്ന റൂമിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു. മേരി ജോർജിൻ്റെ മുഖത്തേക്ക് നോക്കി. അതേ മേരി, ഇവിടെ ആകുമ്പോൾ കാറ്റും വെളിച്ചവും ഉണ്ട്. പിന്നെ പുറത്തെ കാഴ്ച കാണാനും പറ്റും. അത് വേണ്ട ജോർജ്. എനിക്കറിയാം, എന്തെങ്കിലും ആവശ്യം വന്നാലല്ലേ. ഈ ചുമരിനപ്പുറം നീ ഇല്ലേ. എന്നാലും ഒരെന്നാലുമില്ല. ആ ചെറിയ റൂമിലെ ചെറിയ കട്ടിലിൽ ജോർജ് കിടന്നു. പുറത്തെ കാഴ്ചകൾ നോക്കി. തൻ്റെ അഭാവത്തിൽ മനു ജോർജിൻ്റെ ലോറി എടുത്ത് ഒരു കുറവും വരുത്താതെ അവരെ നോക്കി. മേരിക്ക് അവനോടുണ്ടായ ദേഷ്യമൊക്കെ പോയി. ജോർജിനെ പോലെ മേരി അവന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അവൻ്റെ സ്നേഹവും കരുതലും ഒരു കുറവുമില്ലാതെ ആ കുടുംബം മുന്നോട്ട് പോയി. മേരിക്ക് അവൻ്റെ പ്രവൃത്തികൾ അവനോട് കൂടുതൽ അടുപ്പിച്ചു. ഇപ്പോൾ പഴയ പോലെ അവൾ അവനോട് ചൂടാവാറില്ല. പക്ഷേ നിങ്ങൾ കരുതും പോലെ കാമം കയറിയ സ്നേഹമൊന്നും അല്ല കേട്ടോ. പച്ചയായ സ്നേഹം, ഒരു മകനോട് തോന്നും പോലെയുള്ള സ്നേഹം. 7 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളുവെങ്കിലും അവൾക്ക് തൻ്റെ മകനോടുള്ള വാത്സല്യം അവനോടുണ്ടായി. അവൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും വർഷമായിട്ടും മോശമായി ഒന്നും ഉണ്ടായില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ജോർജിനൊരു വീൽ ചെയറായിട്ട് അവൻ വന്നു. അത് മേരിയെ കൂടുതൽ സന്തോഷിപ്പിച്ചു. ഒഴിവ് ദിവസങ്ങളിൽ അവൻ ജോർജിനെ അതിലിരുത്തി പാടത്തും പറമ്പിലും ഒക്കെ നടന്നു. മുൻപിലെ പാടത്ത് വാഴ തളർത്തു വളർന്നു.
വേനൽ മാറി മഴയായി. ജോർജിന് അപകടം സംഭവിച്ച് 1 വർഷം കഴിഞ്ഞു. മരുന്നിനും മറ്റും തന്നെ ഒരു പൈസയായി. എല്ലാം ഒരു പരിഭവമില്ലാതെ മനു ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾ ദിവസം കഴിയും തോറും മേരിയിൽ സന്തോഷം ഉണർത്തി. അവൾ ജോർജിൻ്റെ അടുത്തേക്ക് പോയി. എന്താടി? അത് എന്തോ പറയാനുണ്ടല്ലോ. നമ്മുടെ മനുവിനൊരു പെണ്ണ് കെട്ടിച്ചാലോ? ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. അവനിവിടെ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. അതെ, അതുമല്ല, കഴിഞ്ഞ 1 വർഷമായി ഈ കുടുംബം നോക്കുന്നത് അവനാ. അവനൊരു തുണ വേണം. ഞാൻ അവനെ വിളിക്കാം. ജോർജ് തന്നെ അവനോട് സംസാരിക്കണം. കുറച്ച് കഴിഞ്ഞ് മേരി മനുവിനെ വിളിച്ചു. അവിടെ വന്നു. മനു, ഒരു പ്രധാന കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. എന്താ മാമ? ഞാനും മാമിയും നിൻ്റെ കല്യാണത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. കല്യാണമോ? എനിക്കോ? അതെന്താ, നിനക്ക് കല്യാണം കഴിച്ചൂടെ? ഇല്ല മാമ, എനിക്കിപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. എടാ, എപ്പോഴായാലും വേണ്ടേ? വേണം. എനിക്ക് 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നെ ജീവിക്കാൻ പഠിപ്പിച്ച മാമൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കതിനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. മനു, ഇപ്പോൾ ഒരു പെണ്ണ് വന്നാൽ ശരിയാവില്ല. നമുക്കത് പിന്നെ ആലോചിക്കാം. അതും പറഞ്ഞ് മനു പുറത്തേക്ക് പോയി. അവൻ്റെ വാക്കുകൾ മേരിയെയും ജോർജിനെയും കണ്ണ് നനയിപ്പിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് മേരി അവൻ്റെ അടുത്തേക്ക് പോയി. മേരി ചെല്ലുമ്പോൾ മനു കട്ടിലിരിക്കുന്നു. മേരി അവൻ്റെ അടുത്തേക്ക് നടന്നു. മനു. എന്താ മാമി? എന്നോട് ക്ഷമിക്കടാ. എന്തിന്? നിന്നെ മനസ്സിലാകാതെ ഞാൻ നിന്നെ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്. നീ ഇത്രയധികം ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞില്ല. മേരി അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ തൻ്റെ മാറോട് അമർത്തി തുടർന്നു. നീ നമുക്ക് ജനിക്കാതെ പോയ മോനാണടാ. മാമി, നീ വാ, വല്ലതും കഴിക്ക്. അവൾ അവന് ഭക്ഷണം നൽകി. അവൻ പുറത്തേക്ക് പോയി വന്ന അവൻ നല്ല മുന്തിരിവൈൻ കൊണ്ടാണ് വന്നത്. സമയം രാത്രിയായിരുന്നു. നീ എവിടെ ആയിരുന്നു? അത് ഞാൻ ആ എബിയുടെ കൂടെ. എബിയോ? ആ പള്ളിയുടെ അവിടെയുള്ള മറിയ ചേച്ചിയുടെ മോനാ. ഓ, അവനോ? അതെ മാമി, ഇപ്പോൾ അവനാണ് എൻ്റെ കൂടെ കൂപ്പിൽ വരുന്നത്. ആണോ? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. ഞാൻ മാമനോട് പറഞ്ഞായിരുന്നു. ഇതെന്താടാ കയ്യിൽ? ഇത് അവൻ തന്നതാ, നല്ല നാടൻ വൈൻ. എവിടെ കാണട്ടെ? എന്താ, വേണോ? അയ്യോ വേണ്ടായേ. ഇതുവരെ കുടിച്ചിട്ടില്ലേ? കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് കുടിച്ചിട്ടുണ്ട്. ആണോ? എങ്കിൽ ഒരു ഗ്ലാസ് കഴിച്ചോ. വേണ്ടടാ. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മേരി 1.5 ഗ്ലാസ് കുടിച്ചു. അവൻ അത്താഴം വിളമ്പിക്കൊടുത്തു. മാമൻ കഴിച്ചോ? ജോർജ് നേരത്തെ കഴിച്ച് കിടന്നു. മാമി കിടന്നോ? ഞാൻ കഴിച്ച് പാത്രമൊക്കെ വെള്ളം ഒഴിച്ചു വെക്കാം. ഞാൻ നിന്നോട് പറയാനിരിക്കുമായിരുന്നു. തലയിൽ എന്തോ പെരുപ്പ്. മേരി റൂമിൽ കയറി കതക് ചാരി. ജോർജ് വിളിച്ചാൽ പെട്ടെന്ന് പോകാൻ വാതിൽ കുറ്റിയിടാറില്ലായിരുന്നു. ഈ സമയം മനു ഭക്ഷണം കഴിച്ച് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ചാരിയ വാതിലിലൂടെ മാമിയുടെ റൂമിൽ വെളിച്ചം ശ്രദ്ധിച്ചത്. അവൻ അതിൻ്റെ ഇടയിലൂടെ നോക്കുമ്പോൾ മാമി നല്ല ഉറക്കമായിരുന്നു. മിനിക്കുട്ടൻ നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നു. ഈ സമയം ചെറിയ ലഹരിയിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണ മേരിയെ 1 വർഷം മുമ്പ് തനിക്ക് നഷ്ടപ്പെട്ട ശാരീരിക സുഖം സ്വപ്നത്തിൻ്റെ രൂപത്തിൽ പിടികൂടിയിരുന്നു. വേറെ ഒരാണും മനസ്സിലില്ലാത്ത മേരിയെ സ്വപ്നത്തിൽ സുഖിപ്പിച്ചത് ജോർജ് തന്നെയായിരുന്നു. അവൾ ജോർജിൻ്റെ പേരും വിളിച്ച് ഉറക്കത്തിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ലൈറ്റ് ഓഫ് ചെയ്യാൻ അകത്ത് കയറിയ മനു മാമി എന്തൊക്കെയോ പുലമ്പുന്നത് കണ്ട് അടുത്തേക്ക് പോയി. മാമിയുടെ ആ തുളുമ്പി നിൽക്കുന്ന മാറിടവും മുട്ടോളം പൊങ്ങി നിൽക്കുന്ന മാക്സി, വെളുത്ത കാലിലെ കൊലുസും മിഞ്ചിയും. മനുവിലെ ആണിന് എഴുന്നേക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? മലർന്നു കിടന്ന് ജോർജ് എന്നൊക്കെ പുലമ്പുന്ന മാമിയുടെ മാറിനെ ലക്ഷ്യം വെച്ച് അവൻ്റെ കൈ നീങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ അവിടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ ജോർജ് എന്ന് പറഞ്ഞ് മാമിയുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി. ബാലൻസ് പോയ അവൻ മാമിയുടെ മേലേക്ക് വീണു. മാമി മാമനാണെന്ന് കരുതി അവൻ്റെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു. ആദ്യമായി ഒരു പെണ്ണിൻ്റെ സ്പർശനം അറിഞ്ഞ, അതും ഈ ഇടവകയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിൻ്റെ
കിട്ടിയ മനു അവളെ വാരിപ്പുണർന്നു. ചുണ്ടുകൾ പരസ്പരം കൈമാറി. പാതി ബോധത്തിൽ ജോർജ് ആണെന്ന് കരുതി മേരി അവനെയും ചുടുചൊമ്പനങ്ങൾ കൊണ്ട് മൂടി. ഒരു പെണ്ണിൻ്റെയും സ്പർശന സുഖം പോലും ലഭിക്കാത്ത മനുവിന് കണ്ടാൽ ആർക്കും കടിച്ചു തിന്നാൻ തോന്നുന്നത് പോലെ ഇളം റോസ് ചുണ്ടും ഇതുവരെ കുടിച്ച ചാരായത്തെക്കാളും വൈനേക്കാളും ലഹരി തോന്നിപ്പിച്ചു. അവർ മുഖത്തോട് മുഖം നോക്കി ചുണ്ടുകൾ നുണഞ്ഞു. മേരിയുടെ കൈകൾ മനുവിൻ്റെ മേനിയെ തഴുകി നടന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു തരിപ്പ് തന്നിലൂടെ കടന്നുപോയി. സകല നിയന്ത്രണങ്ങളും വിട്ടുപോയ മനു മേരിയുടെ മുകളിൽ കയറി ആ 2 കൈകളും തൻ്റെ കൈകളിൽ ഒതുക്കി പിടിച്ചു. മേരിയുടെ കഴുത്ത് ചുംബനം കൊണ്ട് പൊതിഞ്ഞു. സകല നിയന്ത്രണങ്ങളും വിട്ട മനു മേരിയുടെ പുലമ്പലുകളൊന്നും കേട്ടില്ല. ആ ആവേശത്തിൽ മേരിയുടെ ശരീരം നോക്കി ആസ്വദിച്ചു. പാതി മയക്കത്തിൽ ജോർജ് വാ എന്ന് പറഞ്ഞ് മേരി കൈനീട്ടി. മനു അവളെ നോക്കി. പാലിൻ്റെ നിറമാണ്, ഒരിടവും സംഭവിക്കാത്ത ശരീരം, വലിയ വെളുത്ത വയർ, ഭംഗിയുള്ള പൊക്കിൾക്കുഴി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇട്ടിട്ടില്ല, ഇടും. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് കയറി കേൾക്കണേ. അപ്പോൾ വേറെ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.